നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പനമരത്ത് ഹബീബിൻ്റെ ഷോപ്പിലാണ്. സിംസിൽ 10 വർഷം മുമ്പ് പഠിച്ച് ഇത്രയും കാലം ഈ മൊബൈൽ ഫോണിൻ്റെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യും, കുടുംബത്തെയൊക്കെ സന്തോഷമായി നോക്കുന്നു പറഞ്ഞാൽ വളരെ സന്തോഷം. എന്താ ഹബീബ് പറയാനുള്ളത്? പഠിച്ച് ഇങ്ങോട്ട് സർവീസ് സെൻ്ററൊക്കെ തുടങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തെ പറ്റി. ഏകദേശം പിന്നെ സിംസിൽ ഞാൻ 10 കൊല്ലം മുന്നേ പഠിച്ചത്. അതിനുശേഷം പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ അന്ന് പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റും. ബേസിക് നന്നായിട്ട് ആ സമയത്തുള്ള സമയത്ത് 1600 ആ ഒരു പിന്നെ അതിൽ പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ എന്താ തന്നെ ഇപ്പൊ എല്ലാവിധ മോഡലും പുതിയ മോഡലിലൊക്കെ ബേസിക്സ് ശരിക്കും ഒന്ന് തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ പറ്റുകയും ചെയ്യും. ആ രീതിക്കാണ് ഇപ്പൊ ചെയ്തു പോകുന്നത്. ഓക്കെ. പിന്നെ ഹബീബ് ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഷോപ്പ് നടത്തുന്ന ആളുകളോട് പറയാൻ, അല്ലെങ്കിൽ സർവീസ് സെന്റർ നടത്തുന്ന ആളുകളോട് പറയാൻ എന്തൊരു പ്രത്യേക കാര്യമുണ്ട് ഹബീബ് ഒന്ന് പറഞ്ഞേ? എന്താ ഒരു സർവീസ് സെന്റർ ഒക്കെ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വലിയ പാപ്പയോടൊക്കെ പൈസ വാങ്ങി വലിയ സർവീസ് സെന്ററിൽ വേണ്ടത് മെയിനായിട്ട് വലിയ ഷോപ്പല്ല, പുറത്ത് വലിയ വാടകയിലും കൊടുത്തിട്ടുള്ള ഷോപ്പല്ല വേണ്ടത്. ചെറുതാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇറക്കി സൗകര്യം ഫെസിലിറ്റീസ് ആക്കിയിട്ട് കുറച്ച് ഉള്ളിലോട്ടേക്കാണെങ്കിലും പിന്നെ എന്തൊക്കെയാ നല്ല സാധനങ്ങളൊക്കെ വെച്ച് എല്ലാ ടൂളുകളും ഇറക്കി ചെയ്യുക. അല്ലാണ്ട് പുറത്ത് വലിയ ഷോപ്പും വലിയ വാടകയ്ക്കും നിൽക്കുന്നല്ല ഇങ്ങനെ ചെയ്യുന്നത്. എക്സ്പെൻസ് കുറഞ്ഞ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉള്ളോട്ടാണെങ്കിലും നമുക്ക് ഷോപ്പ് വർക്കൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചില ചെക്കന്മാരൊക്കെ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് തുടങ്ങണ്ടെന്നല്ല, പക്ഷെ ഒരു വർഷമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ഇറക്കി വലിയ പ്രതീക്ഷ അതിൽ നല്ല നന്നായി ചെറുതാക്കി ചെയ്ത് ഫീൽഡിനെ മനസ്സിലാക്കിയിട്ട്. ഞാൻ ഇതിന് മുന്നേ പിന്നെ ഏകദേശം ഒരു മാസം 30-32 റുപ്യ കൊടുക്കുന്ന വലിയൊരു റൂമൊക്കെ എടുത്ത് 2-3 കൊല്ലം നടത്തി. അത് ഏകദേശം പൂട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് താങ്ങാൻ അപ്പൊ നമ്മൾ ചെറിയ വാടകയ്ക്ക് ചെറിയ റൂം എടുത്ത് എല്ലാ സ്പെക്കുള്ള സാധനങ്ങളെല്ലാം ഇറക്കി ടെൻഷനും ഇല്ല, കാര്യങ്ങളെല്ലാം നടക്കും ചെയ്യും. അതെ അതെ, അത് ഹബീബിന്റെ ഒരു പ്രത്യേക ഒരു അഭിപ്രായമാണ്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. പക്ഷെ എന്താ വെച്ചാൽ അത് വലിയൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഒരു ദിവസം അഥവാ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അടച്ചിട്ടാൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ സർവീസ് സെന്റർ നടത്തുന്നവർക്ക് ഹബീബ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.